Hello there. Hello there. Hope you all are doing well. ട്രാവലിക് ശ്രുതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബീച്ചാണ്. ലേസ്ഡൗൺ ബീച്ച് എന്ന് പറയും. അത് ലണ്ടനിൽ തന്നെ വൺ ഓഫ് ദ സീക്രട്ട് പ്ലേസ് എന്നും പറയാം അതിന്. സീക്രട്ട് എന്ന് പറയുന്നത് കൂടുതലും ആർക്കും അറിയാത്ത ഒരു ബീച്ചാണ്. നമ്മൾ വിചാരിച്ചു ഇവിടെ പോയി കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും കാണില്ല. സോ നമ്മൾ അവിടേക്കാണ് ഇന്ന് പോകാൻ പോണത്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നല്ല റോഡ്, രണ്ട് സൈഡും നല്ല മരങ്ങളായിട്ട്. ചെറിയൊരു മഴയത്ത് വരുമ്പോണ്ടല്ലോ നല്ല രസമാണ്. ബസ് വരണം. അന്ന് ഞാനും ഇതും കൂടി വെറുതെ ഡ്രൈവിന് വന്നതല്ലേ. ബ്രൈറ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ സൈക്കിൾ ഓടിപ്പിക്കണ കാണാം. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ എന്താ പറയാ ഒരു ഹോബി എന്ന് പറയാം അല്ലെ. UK എന്ന് പറഞ്ഞ സെൽഫ് സർവീസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ എന്താ പറയാ അവിടെ ആൾക്കാരുണ്ടാവില്ലേ ഇങ്ങനെ പെട്രോൾ നിറച്ച് തരാനൊന്നും. സോ നമുക്ക് സെൽഫായിട്ട് തന്നെ പെട്രോൾ നിറച്ച് പോയി കാശ് നിറയ്ക്കണം. ഈ റോഡൊക്കെ പോണത് കണ്ടാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മള് ചെറിയ ചെറിയ വഴി കൂടെ പോണ പോലെയല്ലേ. ശരിക്കും നമ്മള് നാട്ടിൽ നിന്ന് നമ്മള് പോവില്ലേ അതുപോലെ ഉണ്ട് ആ റോഡ് കാണാൻ. നല്ല രസം. ഇത് മൂന്നാറ് നമ്മള് സർക്കിൾ അടിച്ച് ഇങ്ങോട്ട് പോയിണ്ടായിരുന്നില്ലേ, അതുപോലെ ഉണ്ട്. നല്ല നാടൻ പ്രദേശം പോലെ ഉണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ നാട്ടിലത്തെ ഓർമ്മ വരുമ്പോ ഞാൻ ഇവിടുന്ന് ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിലാന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറയാ ഞാൻ ശരിക്ക് നമ്മുടെ വീടിന്റെ വഴി റോഡില്ലെന്ന് മാത്രം ശരിക്ക് തേക്കടി മൂന്നാർ പോണ പോലെ. റോഡ് സൈഡിൽ പാടങ്ങളൊക്കെ കാണല്ലേ, അതുപോലെ ഇവിടെ പ്ലെയിൻ ആക്കിയിട്ട് നിലം എന്താ പറയാ ഒരു ഗ്രാസി ലാൻഡ് എന്ന് പറയില്ലേ അതുപോലെ ആക്കി വെക്കും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പശുക്കൾ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്ക് ഹോർസ് കാണാം. അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസം. പിന്നെ നമ്മള് കാടോ ഒന്നും അങ്ങനത്തെ ഒന്നും കാണില്ല ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഗ്രാസി ലാൻഡ് ആക്കി വെച്ചേക്കാണ്. വുഡ്സ് പോലെ ഉള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ അവിടെ നിങ്ങൾക്ക് കാട് പോലെയൊക്കെ തോന്നാം. പക്ഷെ ബാക്കിയൊക്കെ ഗ്രാസി ലാൻഡ് ആക്കി വെച്ചേക്കാണ്. സോ ഒരു എന്താ പറയാ നന്നായിട്ടുണ്ട് കാണുമ്പോ. നമ്മള് വേറെ ഒരു സ്ഥലത്തേക്ക് വന്ന് ഇങ്ങനെയൊക്കെയാണ് ഫുൾ ടൈം വീട്ടിലിരുന്നെന്ന് പറഞ്ഞാൽ അത് ഒരു ബോറടിയാണ്. സോ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ അധികം തിരക്കില്ലാത്തൊരു ബീച്ചിലേക്ക് പോവാന്ന് വിചാരിച്ചു. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും കെന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെ. കെന്റ് അല്ലേ? കെന്റിന്റെ ഡയറക്ഷനില്. സോ അവിടെ അധികം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഉണ്ടെച്ചിങ്ങി ചിലപ്പോ നമ്മള് ഇറങ്ങില്ല. എന്താ വെച്ചിങ്ങ അത്ര അധികം ക്രൗഡിലേക്ക് ഇപ്പോ തൽക്കാലം പോവാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ്സ് വൈ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഞങ്ങളുടെ ഈ പാട്ട് വീക്ക്നെസ് ആണ്. നല്ല നോക്കിയേ, വാവ് അമേസിംഗ്. നല്ല രസമുണ്ട്. വാവ് കണ്ടോ കണ്ടോ. Isle of Sheppey. റിയലി നിങ്ങൾ ലണ്ടനിൽ താമസിക്കുന്ന റിയലി ഇവിടെ വന്ന് നോക്കൂ. നല്ലൊരു സ്ഥലമാണ്. എന്താ പറയാ വണ്ടർഫുൾ എന്ന് പറയാം. അത്രയും നല്ല സ്ഥലമാണ്. നല്ല ഒരു എന്താ പറയാ റോഡ് റൈഡ് ആണ് അല്ലേ. ഓക്കെ ഗൈസ്, സോ നമ്മൾ സീയിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ലെറ്റ്സ് സീ നമുക്ക് എന്താ കാണാൻ പറ്റുക. നല്ല മനോഹരമായ ഒരു പ്ലേസ് ആണെന്ന് തോന്നണേ പുറത്തുനിന്ന് കണ്ടിട്ട്. ഓക്കെ നമുക്ക് ലോക്ക്ഡൌൺ ആയ കാരണം അധികം ആൾക്കാരില്ല. അത് നന്നായി ഇപ്പോഴത്തേക്ക്.
ഒരുപാട് കടകളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. ദുദിക്ക് പോണോ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ഉണ്ടോ? വണ്ടിയുടെ ഈ തിരക്കത്ത് പോണ്ട വരും. ഇത് അല്ലെങ്കിൽ ഇതൊക്കെ തുറന്നിരിക്കുകയായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. രാത്രി ആകുമ്പോഴേക്കും ഉണ്ടല്ലോ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വരും. ആക്ച്വലി ആദ്യം അങ്ങോട്ട് കയറാം അല്ലേ? നോക്കാം ആദ്യം എന്താണ് സെറ്റപ്പ്. പക്ഷെ രണ്ട് കളറ് സൈഡിക്കോ. അത് അവിടെ അതാണ് വിൻഡ് മിൽസ് ഉണ്ടോ നീ? ആ വിൻഡ് ടർബൈൻസ്. സൈഡ് പോണം നമുക്ക്. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. നമ്മുടെ നാട്ടിലത്തെ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കിട്ടില്ല. പണ്ട് ഞാൻ ഗുരുവായൂർ പോയപ്പോ ഇങ്ങനെ കൊറേ ഷെൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഷൂ ഇട്ടിട്ട് വന്നിക്കണേ. ഞാനൊരു ബേർഡ് നല്ല ഭംഗിയിൽ ഇങ്ങനെ പറന്നു പോവായിരുന്നു, അതിനെ ക്യാപ്ചർ ചെയ്തു. പിന്നെ എന്താണ്, നല്ലൊരു സ്ഥലം കേട്ടോ, നല്ല പീസ്ഫുൾ ആയ ഒരു സ്ഥലമാണ്. നമുക്ക് ക്രൗഡും ഇല്ല, ഒന്നുമില്ല. ചിലപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണമായിരിക്കാം. ഇവിടെ അവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫാമിലീസ് കാണാം ഇവിടെ അവിടെയായിട്ട് ഇരിക്കണത്. ഇത് ബീച്ച്. ഓക്കെ, നല്ല സ്ഥലം കേട്ടോ. എന്ത് പോലെ ഉണ്ട്? ഇത് എന്താണ് ഇത്? വൈറ്റ് ആണോ? ഓക്കെ ബാ, നമുക്ക് അവിടെ പോവാം. പിന്നെ എന്താണ്, കൊറേ ശംഖ് കാണുന്നുണ്ട് താഴത്ത്. എല്ലാരും ചവിട്ടിട്ട് അതൊക്കെ പൊളിഞ്ഞു അല്ലേ? വെള്ളം വന്ന് നല്ലൊരു പെബിള്. നിങ്ങൾക്ക് ഈ ബീച്ചിനെ പറ്റി എന്ത് പറയാനുണ്ട്? ഈ ബീച്ചിനെ കുറിച്ച് എന്ത് പറയാനാ? നല്ല ബീച്ചാണ്. പക്ഷെ ലോക്ക്ഡൗൺ അല്ലാത്ത സമയമാണെങ്കിൽ കാസിനോസും ഷോപ്സും കാര്യങ്ങളും. അതെ, ഇപ്പോൾ ബേസിക്കലായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്താ കാര്യം പറഞ്ഞാൽ അധികം തിരക്കൂല. അധികം പേർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ബീച്ചസ് കുറവാണ്. നിർത്തിയോ ഇത്ര പെട്ടെന്ന്? ഒന്നുകൂടി. ഞാൻ ഇത് പിടിക്കണ്ട. ഇത് നമുക്ക് ലെമൺ ജ്യൂസ്. ഇത് ഹാപ്പിയായി പറഞ്ഞാലേ പഞ്ഞി മിഠായി വേണം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യണേ ഉള്ളൂ UK.
ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാർക്സ് എന്നറിയാം, അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊന്നും ലെമൺ ജ്യൂസിന് വേണ്ടി കറിയാ. അത് വൃത്തിയാക്കണം എന്നിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ ബീച്ചിലത്തെ കാഴ്ചകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണു. സോ ഇഷ്ടമായിച്ചിങ് എന്താ ചെയ്തതു? ഇഷ്ടമായിച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ, ആൻഡ് ലൈക്ക് ചെയ്യാ, ആൻഡ് bye. Yeah, so please like, subscribe and share. Okay, so bye.